back to my channel English Grammar Teaching and Learning. My name is Sarasan. In the last class, we completed parts of speech. Today, let us begin a new chapter, nouns, classes and gender. What is a noun? We know. Noun is a naming word which shows the name of a thing, place, person or an idea. So today, nouns classification or classification of nouns. Nouns can be classified mainly into two classes, concrete nouns and abstract nouns. So let us study what is a concrete noun. Take this, look at these examples. Mohan, Sita, cat, pen, paper. Look at this. These are nouns which denotes name of a person, persons or animal, then things. These are names of persons and things which we can touch and see. ഇതെല്ലാം നാമങ്ങളാണ്, വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ പേരാണ് എഴുതിയിട്ടിരിക്കുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ടച്ച് ആൻഡ് സീ. നമുക്കിത് കാണാൻ പറ്റും, അതുപോലെ തന്നെ തൊട്ട് നോക്കാൻ പറ്റും. ദീസ് ആർ ടാൻജിബിൾ ഓർ വിസിബിൾ. ലൈക്ക് ദാറ്റ് ദേ ഹാവ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓർ മെറ്റീരിയൽ എക്സിസ്റ്റൻസ്. ഇതിന് ഇതിനെ നമുക്ക് ഫിസിക്കലായിട്ട് ബോഡി കാണാൻ പറ്റുന്നു. സീത ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ട്. അപ്പോൾ കോൺക്രീറ്റ് നൗൺസ് ആർ നെയിംസ് ഓഫ് തിങ്സ്, പേഴ്സൺസ് വിച്ച് ക്യാൻ സീ ആൻഡ് ടച്ച്. തൊട്ട് നോക്കാവുന്നതും കണ്ടറിയാവുന്നതും, നമ്മുടെ 5 സെൻസസ് ഉപയോഗിച്ച് തൊട്ട് നോക്കാം, കണ്ടറിയാൻ പറ്റുന്ന ഫിസിക്കൽ അപ്പിയറൻസിലും അതുപോലെ തന്നെ മെറ്റീരിയൽ എക്സിസ്റ്റൻസ് ഉള്ള വസ്തുക്കളെയും വ്യക്തികളെയും നമുക്ക് കോൺക്രീറ്റ് നൗൺസ് എന്ന് വിളിക്കാം. ദെൻ വാട്ട് ഈസ് അബ്സ്ട്രാക്ട് നൗൺ? യു നോ, അബ്സ്ട്രാക്ട് മീൻസ് ഇൻവിസിബിൾ, നോട്ട് ടാൻജിബിൾ. ഇൻടാൻജിബിൾ ആണ്. ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അതിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. എക്സാമ്പിൾ, പേഷ്യൻസ്, ബ്യൂട്ടി, ബർത്ത്, ഡെത്ത്, യൂത്ത്, ലോജിക്, astronomy, flight, pleasure. These are words which show names. Patience, quality, beauty. This is also quality. So these two nouns or words are showing quality. Then births, deaths, youths are state of being. ഇത് അവസ്ഥയെ സൂചിപ്പിക്കുന്നു, ഇത് ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നു. ഡെത്ത്സ്, യൂത്ത്സ്, ബർത്ത് ആർ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്, ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നു. ലോജിക്, ആസ്ട്രോണമി, എ സിസ്റ്റം ഓഫ് സ്റ്റഡി ഓർ എ ജനറൽ ഐഡിയ. ഫ്ലൈറ്റ് ഒരാക്ഷനെ സൂചിപ്പിക്കുന്നു. ദെൻ പ്ലഷർ ഫീലിംഗിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതേ രീതിയിൽ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. വി ക്യാൻ തിങ്ക് ഓഫ്, നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റുന്നുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ഫിസിക്കലി ഓർ ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓർ മെറ്റീരിയൽ എക്സിസ്റ്റൻസ്. സോ nouns can be mainly divided into two, abstract nouns and concrete nouns and its their examples. The next, concrete nouns can be subdivided into 4 categories. നമുക്ക് കോൺക്രീറ്റ് നൗണിനെ വീണ്ടും 4ആയി തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ, പ്രോപ്പർ നൗൺ. Proper noun, common noun, then collective noun,
collective noun. Then material noun. Nouns. Concrete nouns can be classified into 4 groups: proper nouns, common nouns, collective nouns and material nouns. ഇങ്ങനെ 4ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇനി look at what is proper noun. Proper noun is a name of a particular place, particular thing or particular person. അപ്പോൾ proper noun എന്ന് പറഞ്ഞാൽ ഒരു particular example, മോഹൻ, ഷേക്സ്പിയർ. ഇതൊരു പർട്ടിക്കുലർ പേഴ്സൺസിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഡൽഹി, ഇന്ത്യ, ആഫ്രിക്ക, എവറസ്റ്റ്, ബ്രൂക്ക് ബോൺസ്, ഫോർട്ട്. So particular persons, Shakespeare, Mohan. Then particular place, India, name of a country, our state capital, Africa, continent, Everest, name of a place, Brook Bond, trade names, Ford car, Brook Bond tea and coffee. So all these are under the category of proper nouns. So look at the word Mohan. Begins with capital letter. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ നൗൺസ് ബിഗിൻ വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും പ്രോപ്പർ നൗൺസ് നമ്മൾ തുടങ്ങുന്നത്. മോഹൻ, ഷേക്സ്പിയർ, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എഴുതി പോകും. പ്രോപ്പർ നൗൺ എങ്ങനെ അല്ലെങ്കിൽ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ കാണുന്നതെല്ലാം എന്തായിരിക്കും, നെയിംസ് എല്ലാം പ്രോപ്പർ നൗൺ തന്നെ ആയിരിക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ് കോമൺ നൗൺ. പ്രോപ്പർ നൗൺ ഈസ് the name of a place, name of a particular place, person or thing. Proper noun സംബന്ധിച്ചുള്ള ഡെഫിനിഷനും ആൻഡ് എക്സാമ്പിൾസ്. Then common noun. Common nouns are words that refer to general category of people or persons, places, things. അപ്പോൾ common nouns are words that refer to ജനറൽ കാറ്റഗറി. അതാണ് അവിടെ പ്രത്യേകത. ജനറൽ കാറ്റഗറി ഓഫ് പീപ്പിൾ, ജനറൽ കാറ്റഗറി ഓഫ് പീപ്പിൾ, പ്ലേസസ്, പേഴ്സൺസ് ഓർ പീപ്പിൾ, ദെൻ തിങ്സ്. ഉദാഹരണം നോക്കാം. കിങ്, ക്യൂൻ, ബോയ്, ക്യാറ്റ്, elephant, chair, നോൺ ലിവിങ് ഇവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ കിങ്, ക്യൂൻ ഇതെന്താണ്? എ ക്ലാസ് ഓഫ് പേഴ്സൺസ് ഓർ ജനറൽ കാറ്റഗറി ആണ്. കിങ്, ക്യൂൻ, ഒരുപാട് രാജാക്കന്മാരുണ്ട്, രാജ്യന്മാരുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ക്ലാസിനെയാണ് ക്ലാസ്, ആ ഗ്രൂപ്പാണ്. അപ്പോൾ ജനറൽ കാറ്റഗറി ഓഫ് പീപ്പിൾ, പ്ലേസസ് or things. Common noun. അതിന്റെ ഉദാഹരണം കിങ്, ക്യൂൻ, ബോയ്, ക്യാറ്റ്, ചെയർ, എലിഫന്റ്. ഓക്കെ. Then collective noun. Collective nouns are groups of persons, things or places. അവിടെ group of persons, names of groups of persons, things or places. കളക്റ്റീവ് noun. കളക്റ്റീവ് noun എക്സാമ്പിൾ കടൽ പോലെയുണ്ട്. കുറച്ച് എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഞാൻ പ്രതിപാദിക്കുന്നു. അതിനുശേഷം നമുക്ക് ഓരോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പും കുറേശ്ശെ പഠിക്കാം. ഉദാഹരണം, എ ടീം ഓഫ് പ്ലേയേഴ്സ്, എ ഹerd of cattle, a flock of sheep, a fleet of
ships. A pair of this is also a collective noun. A pair of shoes, pants, scissors, trousers. ഇങ്ങനെ ജോഡിയായി വരുന്ന എല്ലാം സിസേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്. SSCI സിസേഴ്സ് ORS SSCI SSORS. സിസേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്. പാൻസ് പ്ലൂറൽ ആണ്. എ പെയർ ഓഫ് സിസേഴ്സ്, എ പെയർ ഓഫ് ഷൂസ്, എ പെയർ ഓഫ് സോക്സ് ഇങ്ങനെ പറയുന്നതൊക്കെ കളക്റ്റീവ് നൗണിലായി ഉൾപ്പെടുന്നത് കൊണ്ട് അതിനെ നമുക്ക് സിംഗുലർ. ആൾ കളക്റ്റീവ് നൗൺസ് ആർ സിംഗുലർ, കൺസിഡർഡ് ആസ് സിംഗുലർ. എല്ലാ കളക്റ്റീവ് നൗൺസും എന്താണ്, സിംഗുലർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സോ കളക്റ്റീവ് നൗൺസ് ആർ ഗ്രൂപ്പ്സ് ഓഫ് പേഴ്സൺസ്, പ്ലേസസ് ഓർ തിങ്സ് ഓഫ് ദി സെയിം കൈൻഡ്. അതാണ് മറ്റൊരു പ്രത്യേകത. ഓഫ് ദി സെയിം കൈൻഡ്, of the same kind considered as a single whole. ഒരു സിംഗിൾ ഹോൾ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത് കളക്റ്റീവ് നൗൺസ്. ഇവിടെ നോക്കാം, എ ടീം ഓഫ് പ്ലെയേഴ്സ്. ഇതെന്താണ്, എ ഗ്രൂപ്പ്സ് ഓഫ് പ്ലെയേഴ്സ് ഓർ പേഴ്സൺസ്. ഹെർഡ് ഓഫ് കാറ്റിൽസ്, അവിടെയും ഒരു ഗ്രൂപ്പ്. അത് എങ്ങനെ ഉൾപ്പെടുന്നു? ഓഫ് ദി സെയിം കൈൻഡ്, ഒരേ വിഭാഗത്തിൽ പെടുന്നു. ആ പ്ലെയേഴ്സ് ഒരേ വിഭാഗത്തിൽ പെടുന്ന, ഒരേ കൈൻഡാണ്. കാറ്റിൽ ആ ഗ്രൂപ്പിൽ പെടുന്ന. ആസ് എ സിംഗിൾ ഹോൾ, പക്ഷെ ഇത് ഒരു സിംഗിൾ ഹോൾ ആയിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു യൂണിറ്റ് ആയിട്ട്. അപ്പോഴാണ് അതിനെ എന്തായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ രണ്ട് പ്രത്യേകതകളുണ്ട്. എന്താണ്, ഓഫ് ദി സെയിം കൈൻഡ് ആയിരിക്കണം ആ ഗ്രൂപ്പ്, അതുപോലെ തന്നെ അത് ഒരു സിംഗിൾ ഹോളും ആയിരിക്കണം. അങ്ങനെയുള്ളതിനെ നമുക്ക് എന്താ പറയാം, കളക്റ്റീവ് നൗൺസ് എന്ന് പറയാം. കളക്റ്റീവ് നൗൺ ഈസ് സിംഗുലർ. കളക്റ്റീവ് നൗൺ ആൾവേസ് സിംഗുലർ. ദെൻ മെറ്റീരിയൽ നൗൺസ്. മെറ്റീരിയൽ നൗൺസ് ആർ നെയിംസ് ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽ നൗൺസ് ആർ നെയിംസ് ഓഫ് മെറ്റീരിയൽസ് ഓർ സബ്സ്റ്റൻസസ് ഔട്ട് ഓഫ് വിച്ച് തിങ്സ് ആർ മെയ്ഡ്. അതായത് മെറ്റീരിയൽ ആണ്, മെറ്റീരിയൽ നെയിംസ് ആണ് മെറ്റീരിയൽ നൗൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെയോ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെയോ നമുക്ക് ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഉദാഹരണത്തിന് വൂൾ, കോട്ടൺ, ടിൻ, ഗോൾഡ്, സിൽവർ, all metals. അപ്പോൾ മെറ്റീരിയൽ നൗൺസ് ആർ names of materials or substances out of which things are made. ഇപ്പോൾ വൂൾ കൊണ്ട് വസ്തുക്കൾ ഉണ്ടാക്കുന്നു, കോട്ടൺ, ഇങ്ങനെ ഈ രീതിയിൽ ഉള്ളതിനെയാണ് നമ്മൾക്ക് അതിന്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞത്. സോ വി ഹാവ് ക്ലാസിഫൈഡ് നൗൺസ് മെയിൻലി ഇൻറ്റു കോൺക്രീറ്റ് നൗൺസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 4 ഗ്രൂപ്പ്സ്: പ്രോപ്പർ നൗൺസ്, കോമൺ നൗൺസ്, കളക്റ്റീവ് നൗൺസ് ആൻഡ് മെറ്റീരിയൽ നൗൺസ്. Then sometimes some nouns can be used as, some nouns means some common nouns, proper nouns can be used as common nouns. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചില പ്രോപ്പർ നൗൺസിനെ കോമൺ നൗൺസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് കോമൺ നൗൺ ആയി മാറാറുണ്ട്. ഉദാഹരണത്തിന് എന്താണ് പ്രോപ്പർ നൗൺസ് എന്തായി മാറുന്നു? പ്രോപ്പർ നൗൺസ് ക്യാൻ ബി കോമൺ നൗൺസ്. കോമൺ. Sometimes some proper nouns can be used as common nouns. Example: he is the Shakespeare. Shakespeare of our age. നമ്മുടെ കാലഘട്ടത്തിലെ ഒരു ഷേക്സ്പിയർ എന്ന് വേണമെങ്കിൽ അവനെ വിശേഷിപ്പിക്കാം. ഹിയെ കമ്പയർ ചെയ്തിരിക്കുകയാണ് ഷേക്സ്പിയറിനോട്. ഷേക്സ്പിയർ. രണ്ടാമത്തെ സെക്കൻഡ് എക്സാമ്പിൾ, വാൽമീകി ഈസ് ദി ഹോമർ ഓഫ് ഇന്ത്യ. വാൽമീകിയെ നമുക്ക് ഇന്ത്യയിലെ ഹോമർ ആയിട്ട് വിശേഷിപ്പിക്കാം. ദെൻ ബോംബെ ഈസ് ദി മാഞ്ചസ്റ്റർ. Manchester of the East.
Manchester of the East. Then he is a Nero. He is a Nero. He is a Hercules. So these are the examples. Look at this. He is the Shakespeare. The Shakespeare. സാധാരണയായിട്ട് നമ്മൾ വി ഡു നോട്ട് യൂസ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ബിഫോർ എ നെയിം. ഒരു പേരിന് മുമ്പിൽ സാധാരണ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കാറില്ല. ദി സരസൻ എന്നോ ദി രാജു എന്നോ ഒന്നും പറയാറില്ല. ഇവിടെ ഈ ഒരു കോണ്ടസ്റ്റിൽ ഹി ഈസ് ദി ഷേക്സ്പിയർ ഓഫ് അവർ ഏജ് വിശേഷിപ്പിക്കുകയാണ് ഇയാളെ. ഷേക്സ്പിയർ ഓഫ് ദി, ഷേക്സ്പിയർ എന്ന് മാത്രമാണ് നമ്മൾ പ്രോപ്പർ നൗൺ. ഇവിടെ ഇത് പ്രോപ്പർ നൗൺ ആണ്. ആണോ? അല്ല, ഇത് സാധാരണ പ്രോപ്പർ നൗൺ ആണ്. പക്ഷേ ഈ ഒരു കോണ്ടക്സ്റ്റിൽ അത് കോമൺ നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോപ്പർ നൗൺ ക്യാൻ ബി യൂസ്ഡ് ആസ് എ കോമൺ നൗൺ. ലുക്ക് അറ്റ് ഹോമർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ നൗൺ ആണ്. ദാ എസ് ക്യാപിറ്റൽ ലെറ്റർ. ദെൻ മാൻചെസ്റ്റർ. ഹോമർ ആരാ? ഈസ് ദി ഗ്രേറ്റസ്റ്റ് എപ്പിക് പോയറ്റ്. ഏറ്റവും പ്രശസ്തനായ എപ്പിക് പോയറ്റിന്റെ പേരാണ് ഹോമർ. ദെൻ നീറോ ഈസ് ദി ക്രൂവലസ്റ്റ് ഓർ ദി മോസ്റ്റ് ക്രൂവൽ പേഴ്സൺ. ഹെർക്കുലീസ് ദി സ്ട്രോങ്സ്റ്റ് പേഴ്സൺ. അപ്പോൾ ഇവിടെ ഹിയെ താരതമ്യം ചെയ്തിരിക്കുകയാണ് നീറോ ആയിട്ട്. കേട്ടിട്ടില്ലേ? ഏറ്റവും ക്രൂരൻ എന്ന് പറയാൻ കാരണം റോമ സാമ്രാജ്യം കത്തിച്ചപ്പോൾ വീണ വായിച്ച ചക്രവർത്തിയാണ് നീറോ എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഹെർക്കുലീസ്. അപ്പൊ ഇവിടെ പ്രോപ്പർ നൗൺ ഷേക്സ്പിയർ, ഹോമർ, മാൻചെസ്റ്റർ. ഇത് ദി ഗ്രേറ്റസ്റ്റ് ക്ലോത്ത് പ്രൊഡ്യൂസിംഗ് സെന്റർ ഓഫ് ദി ഈസ്റ്റ്. കിഴക്ക് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ പൗരസ്ത്യ ദേശത്തെ ഏറ്റവും, അതാണ് ബോംബെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുണി ഉൽപാദന കേന്ദ്രമായിട്ട് വിശേഷിപ്പിക്കും മാൻചെസ്റ്റർ. അപ്പൊ ഇവിടെ ഷേക്സ്പിയർ, ഹോം, മാൻചെസ്റ്റർ, നീറോ, ഹെർക്കുലീസ് ഇതൊക്കെ കോമൺ നൗൺ ആണ് ഇവിടെ. പക്ഷെ ഇതെല്ലാം പ്രോപ്പർ നൗൺസ് ആണ്. സാധാരണ നീറോ എന്ന് മാത്രം പറഞ്ഞാൽ പ്രോപ്പർ ആണ്, ഹെർക്കുലീസ് പ്രോപ്പർ ആണ്, മാൻചെസ്റ്റർ പ്രോപ്പർ ആണ്, ഹോമർ പ്രോപ്പർ, ഷേക്സ്പിയർ. ഇവിടെ ആർട്ടിക്കിൾ ദി ഉപയോഗിച്ചിരിക്കുന്നു. എന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? ഇവിടെ കോമൺ നൗൺ ആയിട്ട് വന്നതുകൊണ്ടാണ് ആ നെയിംസിന് മുന്നിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ. ഈസ്റ്റ് ഒരു ഡയറക്ഷൻ. ഇവിടെ ഇതും ദി ഈസ്റ്റ് എന്ന് പറയാൻ കാരണം ആർട്ടിക്കിൾ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ദി മാൻചെസ്റ്റർ. ഓക്കെ. ഇനി സം മെറ്റീരിയൽ നൗൺസ് ആർ ആൾസോ യൂസ്ഡ് ആസ് കോമൺ നൗൺസ്. ചില മെറ്റീരിയൽ നൗൺസും ഇതുപോലെ തന്നെ നമ്മൾ എന്തായി കോമൺ നൗൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം നോക്കാം. ദിസ് ഈസ് മെയ്ഡ് ഓഫ് മാർബിൾ. ദിസ് ഈസ് മെയ്ഡ് ഓഫ് മാർബിൾ. The boy is played with marbles. കുട്ടികൾ മാർബിൾ കൊണ്ട് അല്ലെങ്കിൽ അവിടെ ഗോലി കളിക്കുന്നു. ഇവിടെ മാർബിൾ ഇതൊരു മെറ്റീരിയൽ, ഇതൊരു കോമൺ ആയി മാറിയിരിക്കുന്നു. മറ്റൊരുദാഹരണം നോക്കാം. ദിസ് ബോട്ടിൽ ഈസ് മെയ്ഡ് ഓഫ് glass. I need a glass of water. I need a glass of water. Then I want a ream of paper. This news appeared in today's paper. Okay. അപ്പോൾ ഇവിടെ this bottle is this is made of marble. അപ്പോൾ ഇവിടെ ഇത് this is made of marble എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ ആണ്. This bottle is made of glass. ഇത് മെറ്റീരിയൽ ആണ്. I want a glass of water. എന്താണ്? അതും വാട്ടർ. ഈ ഗ്ലാസോ യഥാർത്ഥത്തിൽ ഒരു കോമൺ നൗൺ ആയിട്ട് വന്നിരിക്കുന്നു. ഇവിടെ ഇത് മെറ്റീരിയൽ ആണ്. ഇനി പേപ്പർ ഇവിടെ മെറ്റീരിയൽ നൗൺ ആണ്, ഇത് കോമൺ നൗൺ ആണ്. സോ ദീസ് ആർ ദി
Examples of sometimes some material nouns can be used as common nouns. This is material noun, this is material noun, this is material noun. Then played with marbles, common noun. This is common noun, this is common noun. Okay. Then some material nouns are, some collective nouns are always plural. ചില collective nouns plural. Usually or typically collective noun is singular. എല്ലായ്പ്പോഴും ഏത് ഗ്രൂപ്പിൽ വരുന്നു? സിംഗുലർ ആണ് കളക്റ്റീവ് നൗൺ. പക്ഷേ എല്ലായ്പ്പോഴും പ്ലൂറൽ ആയിട്ടുള്ള ചില കളക്റ്റീവ് നൗൺ ഉണ്ട്. എക്സാമ്പിൾ പീപ്പിൾ, കാറ്റിൽ, പോൾട്രി, ജെൻട്രി. പീപ്പിൾ, കാറ്റിൽ, പോൾട്രി, ജെൻട്രി, ഗോബിൻ. All these are always plural. ഇതിന് പ്ലൂറൽ ആയിട്ട് തന്നെയാണ് കളക്റ്റീവ് നൗണിൽ കൺസിഡർ ചെയ്യപ്പെടുന്നത്. Some collective nouns are plural as well as singular. ചില കളക്റ്റീവ് നൗൺസ് പ്ലൂറൽ ആണ്, കളക്റ്റീവ് നൗൺസ് സിംഗുലർ ആണ്. ചില സന്ദർഭങ്ങളിൽ പ്ലൂറലായി വരുന്ന ചില കളക്റ്റീവ് നൗൺസ് ഉണ്ട്. ഗവൺമെന്റ്, കമ്മിറ്റി, ജൂറി. ഉദാഹരണം നോക്കാം. ഗവൺമെന്റ് ഹാവ് announced certain tax concessions. The jury were unable to agree on the point. One more in then government committee were divided their opinion. അപ്പോൾ ഇവിടെ കമ്മിറ്റി വേർ ഡിവൈഡ് ദെയർ ഒപ്പീനിയൻ. ഇവിടെ വേർ കണ്ടോ, പാസ്റ്റ് ഫോം ആണ്, അല്ല സോറി പാസ്റ്റ് ആണ്, ഒപ്പം തന്നെ പ്ലൂറൽ ആണ്. കമ്മിറ്റി വേർ ഓർ വാസ് എന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്, വേർ. ദെൻ ഗവൺമെന്റ് ഹാവ് അനൗൺസ്ഡ്, പ്ലൂറൽ ആണ്. ഗവൺമെന്റ് ഇവിടെ പ്ലൂറൽ ആയതുകൊണ്ട് if the subject is singular, verb must also be singular. We studied. അപ്പോൾ കമ്മിറ്റി വേർ, ഗവൺമെന്റ് ഹാവ്, the jury were, പ്ലൂറൽ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദീസ് ആർ ആക്ച്വലി കളക്റ്റീവ് നൗൺസ്, ബട്ട് സംടൈംസ് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ അതിനെ എടുക്കുമ്പോഴാണ് എന്തായി മാറുന്നത്. അപ്പോൾ ഇവിടെ കമ്മിറ്റിയിലെ ആളുകൾ എന്ത് ചെയ്തു, അവരുടെ വിവിധ അഭിപ്രായം എന്ന് പറയുമ്പോൾ കമ്മിറ്റിയിലെ ആളുകളാണ്. കമ്മിറ്റിയിൽ എത്ര പേരുണ്ടോ അവർ ഡിവൈഡ് ചെയ്ത് അവരുടെ വ്യത്യസ്ത അഭിപ്രായക്കാരാണെന്നുള്ള അർത്ഥത്തിലാണ്. ഗവൺമെന്റ് ഹാവ് ഡിസൈഡഡ് അനൗൺസ്ഡ് സർട്ടൻ ടാക്സ് കൺസെഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഗവൺമെന്റ് വി നോ ഗവൺമെന്റ് ഈസ് എ പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് സെറ്റപ്പ് ഓഫ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അപ്പൊ അവിടെ ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ സെഷൻ എന്ത് ചെയ്തിരിക്കുന്നു, അനൗൺസ് ചെയ്തിരിക്കുന്നു. അത് അവിടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ആണ് കാണിച്ചിരിക്കുന്നത്. അവർ ഗവൺമെന്റ് ഈസ് വെൽ എന്ന് നമ്മൾ പറഞ്ഞാൽ അവർ ഗവൺമെന്റ് ഈസ് വെൽ എന്ന് പറയുമ്പോൾ ആ സെറ്റപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഓർഗനൈസ്ഡ് സെറ്റപ്പിൽ അത് സിംഗുലർ ആയിട്ടാണ് കരുതപ്പെടുന്നത്. ജൂറി വെയർ അൺഎബിൾ ടു എഗ്രി ഓൺ ദി പോയിന്റ്. ഓക്കെ, സോ ടുഡേ വി ഹാവ് സ്റ്റഡീഡ് what is noun and what are the classifications of noun. Concrete noun mainly divided into two groups, concrete nouns, abstract nouns. Concrete noun again subdivided into proper noun, common noun,
കളക്റ്റീവ് നൗൺ ആൻഡ് മെറ്റീരിയൽ നൗൺ. ഇങ്ങനെ നമ്മൾ വീണ്ടും 4ആയി ക്ലാസിഫൈ ചെയ്തു. ഇനി ചില എക്സെപ്ഷൻസ് ആ പറഞ്ഞത്. സംടൈംസ് സം പ്രോപ്പർ നൗൺസ് ക്യാൻ ബി യൂസ്ഡ് ആസ് common nouns and some material nouns are also used as common noun. Some collective nouns are always plural. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. പീപ്പിൾ, കാറ്റിൽ, പോൾട്രി, ജെൻട്രി ആൻഡ് വുമൻ. ഇനി ചില സന്ദർഭങ്ങളിൽ ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ വൈവിധ്യമുണ്ടെങ്കിൽ വ്യക്തിപരമായി പറയുമ്പോഴാണ് ഗവൺമെന്റ്, കമ്മിറ്റി, ജൂറി ഒക്കെ ഈ ഒരു കോണ്ടസ്റ്റിൽ പ്ലൂറലായിട്ട് വരുന്നു. Okay, thank you. Please share, subscribe and support me. In the next class, we will study gender. അടുത്ത noun classification ആണ് gender. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അത് പഠിക്കും. Okay, thank you.